പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനീസ് അരക്കുളങ്ങരയാണ്. നാളെ ജൂലൈ 21 നമ്മുടെ ഓൺലൈൻ ടാക്സി മേഖലയിലെ ഡ്രൈവേഴ്സ് നാളെ സമരം തുടങ്ങുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് പോയി എന്നത് പ്രത്യേകം നമ്മളൊന്ന് ചിന്തിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ യൂബർ ഞാൻ കുറച്ച് കാലം ഓടിയിട്ടുണ്ട്. ഇപ്പോഴും വല്ലപ്പോഴും നമ്മൾ ഓടാറുണ്ട്. യൂബർ ഓട്ടോ ഓടാറുണ്ട്, ക്യാബ് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, ഒരു 2014-15 കാലഘട്ടത്തെ അപേക്ഷിച്ച് ഫെയറിൽ വളരെ കുറവാണ് ഇപ്പോഴത്തെ യൂബർ ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന ഫെയർ. വളരെ വലിയ കമ്മീഷനാണ് അവർ ജനങ്ങളിൽ നിന്ന് മേടിച്ചതിന് ശേഷം അതിൽ നിന്ന് വളരെ ഒരു ഓട്ടോ ഓടിയാൽ പോലും കിട്ടുന്ന എമൗണ്ട് ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ 30, ടൗണിൽ 15 രൂപ കിട്ടും. എന്നാൽ 12ഉം 10ഉം ആണ് നമുക്ക് യൂബർ നമുക്ക് ഈ ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട്. യൂബർ എന്ന് മാത്രമല്ല, മറ്റ് ഈ പറഞ്ഞ കോപ്പറേറ്റ് കമ്പനികൾ. ഇപ്പോൾ റാപ്പിഡോ ഒരല്പം ബെറ്റർ ആയിട്ടുണ്ട്, കേരള സവാരി ഉണ്ട്, പക്ഷേ അതിൽ ഓർഡറുകളൊന്നും അടിക്കണില്ല. കാരണം എല്ലാവരും നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യണത് എല്ലാവരും കൂടുതൽ എല്ലാവരും മൊബൈലിലുണ്ടാവുന്ന ആപ്പ് യൂബർ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും യൂബറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ, യൂബർ അത് മാക്സിമം എമൗണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതിൽ നിന്ന് വളരെ തുച്ഛമായ എമൗണ്ട് ഡ്രൈവേഴ്സിന് കൊടുക്കുന്നു. ഈ ഡ്രൈവർമാർക്കോ ഇന്ന് CNG ഉണ്ടായിരുന്ന 56, 60, 62, 70 അങ്ങനെ കയറി ഇന്ന് 100 കടന്നു. അവർക്കുണ്ടാവുന്ന ഫെയർ കുറഞ്ഞു. വണ്ടിയുടെ മെയിൻ്റനൻസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പോലും വലിയ തുകയായി മാറി. കാരണം ഒരു 5 കൊല്ലത്തെ അപേക്ഷിച്ച് അന്നത്തെ പാർട്സിൻ്റെ റേറ്റും ഇന്നത്തെ നമ്മുടെ പാർട്സിൻ്റെ റേറ്റും, അതുപോലെ അന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും വർക്കിന് കയറി കൊടുക്കുന്ന വേജസും ഇന്ന് കൊടുക്കുന്ന റേറ്റും വളരെ വലിയ വ്യത്യാസമാണ്. നമ്മുടെ വരുമാനം കുറയുകയും ചെയ്തു, ചിലവ് വളരെ വർദ്ധിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഒരു ടാക്സി വണ്ടി, ഒരു ടാക്സിക്കാർ ഒരു വീട്ടിൽ നമ്മൾ വെറുതെ ഇട്ടാൽ ഓടിയില്ലെങ്കിൽ പോലും മാസം അതിന് ഇൻഷുറൻസിക്ക് ഒരു 2000 രൂപ മാറ്റി വയ്ക്കണം. ടാക്സ് മറ്റ് കാര്യങ്ങളും ഒക്കെ കൂടി പേപ്പർ വർക്കിന് വേറെ 1000 വെക്കണം. അപ്പോൾ 3000 രൂപ അതായി. ഓടിക്കഴിഞ്ഞ ബാക്കിയുള്ള എമൗണ്ടുകൾ, വർഷത്തിൽ വരുന്ന ടെസ്റ്റ്, അതുപോലെ ക്ഷേമനിധി, അതുപോലെ തന്നെ വരുന്ന GPS, അങ്ങനെയുള്ള മറ്റു ചിലവുകളായിട്ട് വേറെ വലിയ എമൗണ്ട് അവർക്കുണ്ട്. ഇത് ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് വന്നിട്ടും മറ്റു നാട്ടിൽ പെട്ടെന്ന് നമുക്ക് വളരെ ഫ്രീ ആണ് ഈ ജോലി. അത് പറയണം, ഭയങ്കര വലിയ ഫ്രീഡുള്ള ഒരു ജോബാണ് ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ്. കാരണം നമുക്കിന്ന് ഒരു ലീവ് വേണമെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട, മൊബൈൽ എടുക്കുക, നമ്മൾ നെറ്റൊന്ന് ഓഫ് ചെയ്യണ പോലെ ഓഫ്ലൈൻ ചെയ്യുക, നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്നാൽ നമുക്ക് മറ്റുള്ളൊരു ജോലിയിലാണെങ്കിൽ നമുക്കതിനൊരു ലീവ് അപ്ലൈ ചെയ്യണം, അവരെ അനുവാദം വേണം നമുക്ക് ലീവ് എടുക്കാൻ. അതുമാത്രമാണ് ഇതിലിപ്പോൾ നിലവിൽ ഒരു സൗകര്യം എന്ന് പറഞ്ഞ കാര്യം. എന്നാൽ അതിൻ്റെ ദുരന്തമാണെങ്കിൽ നമുക്ക് ഒന്ന് പ്രതിഷേധിക്കാനോ ഒന്ന് പ്രതിരോധിക്കാനോ കസ്റ്റമർ വളരെ നല്ല ഒരുപാട് കസ്റ്റമർ വരും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേറെ തരത്തിലുള്ള കസ്റ്റമേഴ്സും വരും. അവർ കുറച്ച് ഒച്ചപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളിരിക്കും, പ്രഷർ കൂടിയ ആളുകളിരിക്കും, സ്മോൾ കഴിച്ചിട്ട് വരുന്ന ആളുകളിരിക്കും. ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവേഴ്സിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആരോടും അതിന് പ്രതിഷേധിക്കാനോ അതിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും വകുപ്പില്ല. വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ അതിനൊന്നും പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല. നേരെ മറിച്ച് അവരിനി എന്ത് കാരണത്താലാണെങ്കിൽ ഡ്രൈവർ ഒന്ന് ഓവർ സ്പീഡാക്കിയെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിലല്ല പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് കുറച്ചാൽ അത് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് തന്നെയാണ് അപ്രോക്സിമേറ്റ് 16-17 മണിക്കൂറൊക്കെ ഈ വെയിലത്ത്. ഇപ്പോൾ CNG AC ഇട്ടിട്ട് ചാലായിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ 14 മണിക്കൂറാണ് അവർ വർക്കിംഗ് ടൈം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്കൊക്കെ എടുത്താൽ 16-18 മണിക്കൂർ നമ്മൾ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഒരു നോർമലി ഇന്നൊരു ബംഗാളിക്ക് 1200-1000 ഒക്കെ കൂലി കിട്ടുന്ന സമയത്ത് ഈ വണ്ടിയും ഒക്കെ എടുത്ത് ഈ വലിയ ഹൈ CNG എമൗണ്ടും കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് 1000-1200 അതിന് നമ്മൾ ഈ പറയുന്ന പേപ്പർ വർക്കിനും മറ്റു മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും EMIയിലേക്കും വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ സമരത്തിൽ എല്ലാ ഡ്രൈവേഴ്സും പങ്കെടുക്കുക, കസ്റ്റമേഴ്സ് ഒന്ന് സഹകരിക്കുക.
നമ്മളെ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സ് ഇവിടെ ഉണ്ട്. അവരതിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആളെ. കാരണം നമ്മൾ യൂബർ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും കിട്ടുന്നു എന്നതിലുപരി വളരെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഓട്ടോ വിളിച്ചാൽ കൊടുക്കുന്നതിനേക്കാളും വളരെ ചെറിയ ഫെയറാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് കമ്മീഷനും കൂടി പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ഡ്രൈവേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാളും വലിയ എമൗണ്ട് കമ്മീഷനാണ് അവരെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കണം, ഓൺലൈൻ ഡ്രൈവേഴ്സ് എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കണം. ഇനി ഇതിൻ്റെ ചുളിവിൽ എല്ലാവരും ഓടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്നും നിങ്ങൾക്കുള്ളൊരു ചോറാണ്. ഒരു 1, 2, 3, 4 ദിവസം നിങ്ങൾ ഇതിൽ സഹകരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ നിങ്ങളുടെ വർക്കിന് മാന്യമായ വേതനം കിട്ടും. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കുക. ഞാൻ വല്ലപ്പോഴും യൂബർ ഓടുന്ന ആൾക്കാരാണ്. അത് എൻ്റെ ഒരു പാഷൻ്റെ ഭാഗത്ത് യൂബർ ഓടുന്ന ആൾക്കാർ. എനിക്ക് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ ഇത് മാത്രം ചെയ്യുന്ന ആളുകളും ഇതിൻ്റെ പിന്നിൽ ഒരുപാടുണ്ട്. വണ്ടി ലോൺ ഇട്ടിട്ട് വേറെ പണിക്ക് പോയ വണ്ടി ലോൺ ഇട്ടിട്ട് അവിടെ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ചുളിവിൽ കുറച്ച് ആൾക്കാർ ഇരുന്ന് ഓടി ഓട്ടം കൂടുതൽ കിട്ടുന്നൊക്കെ വിചാരിച്ചിറങ്ങിയാൽ അത് അവർക്കൊക്കെ വളരെ വലിയ ദോഷം ചെയ്യും. അപ്പോൾ എല്ലാവരും ആരെങ്കിലും ഇനി ഓടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, കുറച്ച് ദിവസമല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓക്കെ.